ബംഗ്ലാദേശ് ലോസ്റ്റ് ട്രാൻസിറ്റ് ഫെസിലിറ്റി ഫ്രം ഇന്ത്യ. ബംഗ്ലാദേശിന് എന്താണ് സംഭവിച്ചത്? ഇതിനെക്കുറിച്ച് ഒരു അവലോകനം ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. ന്യൂസ് പോസ്റ്റ് മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക്. ബംഗ്ലാദേശിനെ അനുവദിച്ച സുപ്രധാന ഗതാഗത സൗകര്യം ഇന്ത്യ പിൻവലിച്ചിരിക്കുന്നു. കയറ്റുമതി ചരക്ക് ഇന്ത്യൻ പ്രദേശം വഴി മൂന്നാം രാജ്യങ്ങളിലേക്ക് മാറ്റുക ഏപ്രിൽ 2-ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പരസ്പര താരിഫ് പ്രഖ്യാപനത്തെ തുടർന്ന് ആഗോള വ്യാപാര സംഘർഷം ഉണ്ടാവുകയായിരുന്നു. ഡ്യൂട്ടി ഫ്രീ ആക്സസ് വാഗ്ദാനം ചെയ്തുകൊണ്ട് ബംഗ്ലാദേശിൻ്റെ വ്യാപാരത്തെ ഇന്ത്യ ദീർഘകാലമായി പിന്തുണച്ചിരുന്നു. അതിൻ്റെ വിപണിയിലേക്ക്, അതായത് ഈ നടപടി സാമ്പത്തികമായ സുഗമമാക്കൽ ദേശീയ സുരക്ഷാ ആശങ്കകളിൽ നിന്ന് വേർപെടുത്താൻ കഴിയുന്നില്ലെന്നുള്ള സന്ദേശം നൽകുന്നുണ്ട്. പുനരുജ്ജീവിപ്പിക്കാൻ ചൈനയുടെ സഹായം ക്ഷണിക്കാനാണ് ബംഗ്ലാദേശിൻ്റെ തീരുമാനം. ഇന്ത്യയുടെ സിലിഗുരി കോറിഡോർ അതുവഴിയുള്ള സമീപത്തുള്ള ഒരു വ്യോമത്താവളത്തിലാണ് ഈ ചുവന്ന രേഖ കടന്നിരിക്കാൻ സാധ്യതയുള്ളത്. ട്രാൻസ്ഷിപ്മെൻറ്റിൻ്റെ ഏകദേശം 5 വർഷം പഴക്കമുള്ള ക്രമീകരണമാണ് ഇപ്പോൾ ഇന്ത്യ അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യൻ വിമാനത്താവളങ്ങൾ വഴിയും ബംഗ്ലാദേശ് മൂന്നാം രാജ്യങ്ങളിലേക്ക് ചരക്ക് കയറ്റുമതി ചെയ്യുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായ പശ്ചാത്തലത്തിലാണ് തുറമുഖങ്ങൾ ഇപ്പോൾ. സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് കസ്റ്റംസ് CBIC ചൊവ്വാഴ്ചയിൽ ഒരു വിജ്ഞാപനത്തിൽ ബംഗ്ലാദേശിൽ നിന്നുമുള്ള മൂന്നാം രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതി ചരക്ക് ട്രാൻസ്ഷിപ്മെൻറ്റ് റദ്ദാക്കിയതിനെ കുറിച്ചുള്ള അറിയിപ്പ് ഉണ്ടായിരുന്നു. അതായത് ലാൻഡ് കസ്റ്റംസ് ആൻഡ് സ്റ്റേഷനുകൾ LCS വഴി തുറമുഖങ്ങളിലേക്കോ വിമാനത്താവളങ്ങളിലേക്കോ കണ്ടെയ്നറുകൾ വഴിയോ അടഞ്ഞ ട്രക്കുകളിലോ ഇങ്ങനെ ഇവർക്ക് ചെയ്യാനുള്ള ചരക്ക് ഇതാണ് റദ്ദാക്കിയിരിക്കുന്നത്. നമുക്കിതിനെക്കുറിച്ച് കൂടുതൽ അറിയാം. എന്താണ് ട്രാൻസ്ഷിപ്മെൻറ്റ്, അല്ലെങ്കിൽ ഈ സൗകര്യം എന്താണ്? വരൂ ഇതിനെക്കുറിച്ച് നോക്കാം. ഇന്ത്യയുടെ കസ്റ്റംസ് വകുപ്പിലെ 2020 ഉത്തരവ് ബംഗ്ലാദേശിനെ കയറ്റുമതി ചെയ്യാൻ അനുവദിക്കുന്നുണ്ട്. അതിൽ പറയുന്നത് ഡൽഹി എയർ കാർഗോ കോംപ്ലക്സ് വഴി മൂന്നാം രാജ്യങ്ങളിലേക്കുള്ള സാധനങ്ങൾ, ഇത് ബംഗ്ലാദേശ് കയറ്റുമതിക്കാർക്ക്, അതായത് എസ്പെഷ്യലി നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമാർ തുടങ്ങിയ അയൽ രാജ്യങ്ങളിലേക്ക് എളുപ്പത്തിൽ പ്രവേശനം നൽകി. എന്നിരുന്നാലും ഇത് കാർഗോ ടെർമിനലിൻ്റെ വലിയ തിരക്കിന് കാരണമായി. ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം ഇന്ത്യൻ ചരക്കുകളുടെ കയറ്റുമതി വഹിക്കുന്നു. ഇന്ത്യയുടെ കയറ്റുമതിക്കാരുടെ വിമാനച്ചരക്ക് വർധനയിലേക്ക് ഇത് നയിച്ചു. അതിനിടെ നടത്തിയ പരാമർശങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനം ഇപ്പോൾ ഇന്ത്യ കൈക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെക്കുറിച്ച് ബംഗ്ലാദേശ് മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനസ് പറഞ്ഞത്, ചൈനയിൽ നടന്ന ഒരു പരിപാടിയിൽ സംസാരിക്കുമ്പോൾ ഇദ്ദേഹം എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ, ഇന്ത്യക്ക് അതിൻ്റെ കിഴക്ക് ഭാഗത്ത് 7 ഭൂപ്രദേശങ്ങളുണ്ട്. അതിൽ 7 സഹോദരിമാരായി അവർക്ക് കടലിൽ എത്താൻ വഴിയില്ല. ഞങ്ങൾ സമുദ്രത്തിൻ്റെ ബംഗാൾ ഉൾക്കടലിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ലോകമെമ്പാടും ചരക്കുകൾ അയക്കാൻ ചൈനയെ അദ്ദേഹം ക്ഷണിച്ചു. ദാ കിടക്കുന്നു. ഇവിടെയാണ് പ്രശ്നം വന്നത്. ഈ പ്രസ്താവന കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ രാഷ്ട്രീയ നേതാക്കളിൽ നിന്നും രൂക്ഷമായ പ്രതികരണങ്ങൾക്ക് കാരണമായി. ഇടക്കാലത്തിന് ശേഷം ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം നാടകീയമായി വഷളായി. ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് ഹിന്ദുക്കൾക്കെതിരായ ആക്രമണങ്ങൾ നടന്നതായിട്ടും നേതൃത്വത്തിൽ സർക്കാർ പരാജയപ്പെട്ടു. WTO, അതായത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, അതിൻ്റെ നിയമം അനുസരിച്ച് പ്രത്യേകിച്ച് പൊതു ഉടമ്പടിയുള്ള ആർട്ടിക്കിൾ V താരിഫ് എല്ലാ WTO അംഗങ്ങളും സ്വാതന്ത്ര്യം അനുവദിക്കേണ്ടതുണ്ട്. കരയില്ലാത്ത രാജ്യങ്ങളിലേക്ക് പുറത്തേക്കും പോകുന്ന ചരക്കുകളുടെ ഗതാഗതം, ഇതിനർത്ഥം അത്തരം ട്രാൻസിറ്റ് അനിയന്ത്രിതമായിരിക്കണം, അനാവശ്യമായ കാലതാമസങ്ങളിൽ നിന്നും മുക്തമായിരിക്കണം, കൂടാതെ ട്രാൻസിറ്റ് ഡ്യൂട്ടിക്ക് വിധേയമാകരുത്. ഇത് പറഞ്ഞത് അജയ് ശ്രീവാസ്തവയാണ്. നിങ്ങൾക്കറിയാമോ ആരാണ് ഇദ്ദേഹമെന്ന്? അജയ് ശ്രീവാസ്തവ ഒരു മുൻ ട്രേഡ് ഓഫീസറും ഗ്ലോബൽ ട്രേഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തലവനാണ്. അപ്പാരൽ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ സെക്രട്ടറിയായ ജനറൽ മിഥിലേഷ് ഠാക്കൂർ ഇതിനെക്കുറിച്ച് ഉള്ള കാര്യം വിശദീകരിച്ചിരുന്നു.
ട്രാൻസ്ഷിപ്മെന്റ് നിർത്താനുള്ള ഇന്ത്യയുടെ കയറ്റുമതിക്കാരുടെ ദീർഘകാല ആവശ്യത്തിന്റെ ഫലമാണ്. ബംഗ്ലാദേശി ചരക്ക് ഇന്ത്യൻ തുറമുഖങ്ങൾ വഴി മൂന്നാം രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചുള്ളതാണ്. എന്നിരുന്നാലും ചരക്ക് കൂലി യുക്തിസഹനമാക്കുകയും ഗതാഗതം കുറയാനും ഇത് സഹായിക്കും. എയർപോർട്ടുകളിലെ തിരക്ക് കുറയ്ക്കുന്നതിനൊപ്പം ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് ചിലവ് കൂടുന്നതും അദ്ദേഹം താക്കൂർ പറയുന്നുണ്ടായിരുന്നു. മറുവശത്ത് ഇന്ത്യ എല്ലായ്പ്പോഴും ബംഗ്ലാദേശിനെ പിന്തുണച്ചുകൊണ്ടായിരുന്നു വന്നിരുന്നത്. ബംഗ്ലാദേശ് സാധനങ്ങൾക്ക് വൺ വേ സീറോ താരിഫ് ആക്സസ് ഇന്ത്യ നൽകുകയുണ്ടായിരുന്നു. എന്നിരുന്നാലും അതിൽ പ്രധാനമായിട്ടും മദ്യവും സിഗരറ്റും ഒഴികെ കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി വിശാലമായിരുന്നു ഇന്ത്യൻ വിപണിയിലേക്ക്. 2023-24 കണക്കനുസരിച്ച് ഇന്ത്യൻ ബംഗ്ലാദേശ് വ്യാപാരം ഏകദേശം $12.9 ബില്യൺ എന്നാണ്. എന്നിരുന്നാലും WTO ട്രേഡിംഗ് ഫെസിലിറ്റേഷൻ എഗ്രിമെൻ്റ് അനുസരിച്ചിട്ട് കൂടുതൽ പിന്തുണ ലഭിക്കുമെന്നാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ആർട്ടിക്കിൾ 11 വഴി ട്രാൻസിറ്റ് വ്യവസ്ഥകൾ ശക്തിപ്പെടുത്തുകയും നവീകരിക്കുകയും ചെയ്യുന്നുണ്ട്. സുതാര്യമായ നടപടിക്രമങ്ങൾ, കുറഞ്ഞ പരിശോധനകൾ കൂടാതെ പ്രായോഗിക പരിഹാരങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനിടയിൽ പ്രാദേശിക സഹകരണം, അതിർത്തി കടന്നുള്ള വ്യാപാരം സുഗമമാക്കുന്നതിൻ്റെ ഗ്യാരണ്ടി അല്ലെങ്കിൽ ബോണ്ടുകൾ പോലെ. എന്നിരുന്നാലും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ന്യൂസുകൾ നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ പങ്കുവയ്ക്കുന്നതായിരിക്കും. നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്. ഗുഡ് ഡേ.